അച്ഛനും പോയി തരുമോ? മനുണ്ടാ, ഞാനുണ്ട്. മനു, ഇതാണോ നിന്റെ വീട്? 3-4 മാസം കാണാൻ വിളിക്കും. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ വന്നല്ലേ? നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പൊ എന്നെക്കാളും നല്ല ഒരുത്തനെ കോളേജിൽ കണ്ടാലേ നീ അവൻ്റെ കൂടെയും പോവില്ലേ? ആരാ? നീ കൃഷ്ണന്റെ മോളല്ലേ? ആ. നിന്റെ ഭർത്താവും അമ്മായിയച്ഛനും ഇവിടെ ഇല്ലേ? അവരാരും ഇവിടെ ഇല്ല. എന്താ കാര്യം? എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്. ഇന്ന് വരാൻ പറഞ്ഞതാ. രണ്ടും കൂടി മുങ്ങിയല്ലേ? എനിക്കൊന്നും അറിയില്ല ഏട്ടാ. അവർ രണ്ടാളും രാവിലെ നേരത്തെ പോയതാ. എവിടേക്കാന്നൊന്നും അറിയില്ല. എന്തിനാ മോളെ ഇവൻ്റെയൊക്കെ കൂടെ ഇറങ്ങി വന്നത്? ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട. എൻ്റെ ഭർത്താവേ പൈസയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നീ ഒന്ന് സൂക്ഷിച്ച മോളെ. സോറി കേട്ടോ, ഞാനേ അത് കുറച്ച് കുടിച്ചത് കൂടിപ്പോയിരുന്നു. ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇന്ന് മനസ്സിലാക്കല്ലേ. സോറി കേട്ടോ. വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ 2 മോതിരമില്ലേ നിങ്ങളിപ്പോൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയത്? ഫീസ് അടച്ചെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് തിരിച്ചെടുത്ത് തന്നെ എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നത്. മോതിരോ? അതൊക്കെ വിറ്റു. സമയമുണ്ടല്ലോ, നീ ഇവിടെ തന്നെയല്ലേ? ഞാൻ എടുത്തുതരാ. നിങ്ങൾ നന്നായി എടുത്തു തരും. അതിന് വല്ല പണിക്കോ തുറത്തിനോ പോണ്ടേ? ഒരാളുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ട് അയാൾ ദിവസം വീട് കയറി ഇറങ്ങുക. അച്ഛനും മോനും മുങ്ങി നടക്കല്ലേ പൈസ കൊടുക്കണ്ട്. എന്തിനങ്ങനെ കള്ളത്തരം പറഞ്ഞ എൻ്റെ ജീവിതം കളഞ്ഞത്? എൻ്റെ പാറു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കള്ളത്തരൊക്കെ പറഞ്ഞത്. അല്ലാതെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ, ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് നീ എൻ്റെ ഭാര്യയാണ്. നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. എടോ, നമുക്കൊരു കുഞ്ഞായാലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എനിക്ക് വന്നത്. കാരണം പുതിയൊരാൾ വരുമ്പോൾ എൻ്റെ മാറ്റം വരുമല്ലോ. എന്നാൽ നമുക്കൊരു കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ? കുഞ്ഞത്രേ, നിനക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിവില്ലല്ലോ. അതിനിടയ്ക്ക് എന്നെ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ ഒരു കുഞ്ഞും കൂടി വേണമെന്നല്ലേ? അല്ല, അത് വന്നു കഴിഞ്ഞാൽ ആരാതിന് ചെലവിന് കൊടുക്കുക? നിർത്തടി, നിർത്ത്. പെണ്ണേ, നീ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഞാൻ. ഒരു കുഞ്ഞാട്ടെ വന്നിട്ട് സോപ്പിട്ട് നിന്നാ അവിടെ താഴെ നമുക്ക് തലയിക്കാരല്ലേ ചവിട്ട് തീർത്തുക്കളയും ഞാൻ. പ്രേമിക്കുന്ന സമയത്ത് എന്തായിരുന്നു പൊന്നെ മുത്തേ കരലേന്നൊക്കെ പറഞ്ഞിട്ട് വീട് എത്തിയത് നീ വിളിക്കായിരുന്നില്ലടാ? എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ വന്നിട്ട് എത്ര ദിവസമായി? ഒരു നേരമെങ്കിലും നീ ഭക്ഷണം കഴിച്ചോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നീ? അതിനെങ്ങനെയാ ഇവിടെ എന്തെങ്കിലും തിന്നാനുണ്ടായിട്ട് വേണ്ടേ? ഇത്രയും കാലമായിട്ടേ എൻ്റെ വീട്ടുകാരൊരു ചായ പോലും എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടില്ല. ഇവിടെ എത്തിയതും ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ഒറ്റൊരുത്തിയാണ് ചെയ്യണത്. അതൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടുകാരനെ പറ്റിച്ച് ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നല്ലേ, അത് ഞാൻ അനുഭവിക്കുക വേണം. കുറെ നേരമല്ലേ നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് കൊണമെന്നും വർത്താനം പറയുന്നത്? അത്രയും സ്നേഹമാണെങ്കിൽ നിനക്ക് അവിടെ തന്നെ ഇരുന്നൂടെ? പിന്നെ എന്തിനാണോ പറ്റിച്ച് എൻ്റെ കൂടെ വന്നത്? എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ, നീ പെട്ടു. ഇനി എൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ഇവിടെ തന്നെ കിടന്നോ? എൻ്റെ ജീവിതവും കളഞ്ഞ് നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കെന്തായാലും പറ്റില്ലടാ. എന്താടേ, ആരെയാ വിളിക്കുന്നത്? പോലീസിനെയാ? അച്ഛാ, വാ മോളെ, വാ. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ചെല്ലു മോളെ, പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റേ.
ആ മോളെ നാളെയല്ല എക്സാം. അച്ഛൻ നേരത്തെ തന്നെ ഫീസ് അടച്ചിട്ടുണ്ട്. മോള് നാളെ ചെന്നിട്ടേ നന്നായിട്ട് എക്സാം എഴുതിട്ടോ. എത്ര വലിയ തെറ്റ് ചെയ്താലും മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് അച്ഛനും അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ പഠിക്കാനൊന്നുമില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ഇവിടേക്ക് ഒന്ന് അടിച്ചു തുടക്കേ. ആമാ, ചൂലും മോപ്പൊക്കെ പുറകിലുണ്ട്, പോയെടുത്തിട്ട് ചെയ്തോ. കഴിഞ്ഞോ മോളെ? അമ്മേ, എന്നൊരു കാര്യം ചെയ്, അച്ഛൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി കറി ഉണ്ടാക്ക്. അമ്മേ, കറി വെക്കാൻ എനിക്ക് സാരില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ആ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നമ്മളും കൂടിയാ. ഇന്നേ വരെ ഈ വീട്ടിൽ ഒരു പണികളും അവളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. എന്ത് ചോദിക്കുമ്പോഴേക്കും നേരെ എടുത്ത് മുന്നിൽ കൊണ്ട് കൊടുക്കും. മക്കളെ വളർത്തുമ്പോൾ വീട്ടിലെ എല്ലാ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും അറിയിച്ച് വേണം വളർത്താൻ. അതേപോലെ വീട്ടിലെ എല്ലാ പണികളും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ഇതുപോലെയുള്ള തോന്നിയാസം ചെയ്യില്ല. മോളെ, കറിയായാ? ആമേ, കഴിയാറായി. ആ, ഇനിയിപ്പോൾ പരീക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാൻ കുറേ താമസം എടുക്കില്ലേ? അതുവരെ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ട. ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ വന്ന് PGക്ക് അഡ്മിഷൻ ആകണമെങ്കിലേ ഒരുപാട് പൈസ ചിലവുണ്ടാകും. എല്ലാം അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ഇനി ഒരു കാര്യം ചെയ്യ്, നമ്മുടെ രാജമാമനെ ടൗണിലൊരു ടെക്സ്റ്റൈൽസ് ഇട്ടിട്ടുണ്ട്. വലിയ ഷോപ്പാണെന്ന് അവൻ പറഞ്ഞത്. അവിടെ കുറച്ച് ആൾക്കാരനെ വേണത്രേ. തൽക്കാലം നീ അവിടെ പോയി നിന്നോ. അവൻ എന്തായാലും മാസം 10-12,000 തരും. പിന്നെ ഇപ്പോൾ PGക്ക് അഡ്മിഷൻ കിട്ടുമ്പോഴേ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ജോലി നോക്കാം. അമ്മ മാമനെ വിളിച്ച് പറഞ്ഞോ, നാളെ തന്നെ പോവാം. അടുക്കളയിൽ വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ വേഗം തീർക്ക്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മ, പറയാലോ വീട്ടല്ല, നീ കണ്ടാ ആളെങ്ങനെയുണ്ട്? കിട്ടിക്കച്ചല്ലേ? എന്ത് ഡിവോഴ്സ്? എടാ അതൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ. ഞങ്ങൾ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് താലിയിട്ടില്ലായിരുന്നു അമ്പലത്തിൽ നിന്ന് ആ പേരിന്. അതൊന്നും അറിയില്ലടാ, അവളുടെ കാര്യം എനിക്ക് അറിയില്ല. അവള് PG കഴിഞ്ഞ് വന്നാ സെറ്റാ നെറ്റാ PSC കോച്ചിങ്ങിന് വന്നോ രാകേഷ് പറഞ്ഞ കേട്ടാ. ഇല്ല അളിയാ, എനിക്ക് ഇത് അവള് പോയി കഴിഞ്ഞിട്ട് ഒരു 4-5 പെണ്ണ് വന്നു. ഇപ്പൊ മഞ്ജു കണ്ടില്ലേ? അത് അവിടുത്തെ കുറച്ച് മുതലാക്കണം.
ആ ശരി. ആ മഞ്ജു മഞ്ജു ആരാ മോളെ വന്നേ? അത് പോസ്റ്റ് മാനേജാ. എനിക്ക് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാനേ അമ്മയോട് പറയട്ടെ. നന്നായി മോളെ. രാധു, എടാ വയറ് വരെ മാറിയടാ. ഇല്ലേ? എടാ മോളെ ഹോട്ട് ബാഗ് വെക്കി. എടാ വെക്കടാ, മാറും. എടാ നിനക്ക് വയ്യാണ്ട് എനിക്കിവിടെ സമാധാനം ഇല്ലല്ലോ. എടാ ഈ മനോട്ടല്ലാണ്ട് പിന്നെ നിന്നെ ആരാണ് കെയർ ചെയ്യുക? ആ പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട് 4 മാസം കഴിഞ്ഞല്ലേ, നമുക്ക് ഒന്നിക്കണടാ. നമുക്കൊന്ന് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? പറ്റുന്നില്ലടാ നീ അല്ലാണ്ട്. ഒരു സീനില്ല, അതൊക്കെ ഞാൻ നോക്കിയാളാ. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ വയലില്ലേ, നാളെ അങ്ങോട്ട് വാ, അവിടെ തീരുമാനിക്കാം. ശരി, വിളിച്ചു. ഇവിടെ പിടിക്കണം, നല്ല രക്ഷപ്പെടുള്ളൂ. കിട്ടും, കിട്ടാണ്ട് അവിടെ പോനാ. ശ്രദ്ധിക്കേ. അത് വലിയൊരു ട്രോമയായി. അതിനുശേഷം അച്ഛൻ എന്നെ വന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. പക്ഷേ നേവരായിട്ട് അവർ രണ്ടാളും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ അതെനിക്കൊരു വിഷമമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് PG ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് നെറ്റ്, സെറ്റ്, PSC ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ 1 year ആയിട്ട് ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. എല്ലാം ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എല്ലാം അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ CI ആയിട്ട് വർക്ക് ചെയ്യുക അല്ലേ? CA അല്ല, SI ആണ്. സോറി. ചായ കുടിക്കോ? മാതാപിതാക്കളുടെ സ്നേഹത്തേക്കാൾ വലുതായിട്ട് ഈ കാമുകനെ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ 18-20 വയസ്സിലൊക്കെ ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത പ്രായത്തിൽ അവർ ഇറങ്ങിത്തിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ ഒളിച്ചോടുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒപ്പം പോകുന്നവൻ്റെ യഥാർത്ഥ മുഖം ശരിക്കും നിങ്ങൾക്ക് അറിയാമോ? അവൻ്റെ സ്വഭാവം, അവൻ്റെ കുടുംബം, അവൻ്റെ ജീവിത രീതി, ഇതൊന്നും അറിയാതെ എന്തിനാണ് ഇങ്ങനെ സ്വന്തം ജീവിതം ഈ ചവറ്റുകൊട്ടുകളിൽ എറിയുന്നത്? ഓർക്കുക, നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നശിക്കുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമല്ല, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വളർത്തിയ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയ ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കൂടിയാണ് അവിടെ തീരുന്നത്. സ്കൂളിലേക്ക് പോയ മകള് വൈകുന്നേരം മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് വരുന്നത് ചിലപ്പോൾ മകൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്ന വാർത്തയായിരിക്കും. അപ്പോൾ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാട്ടുകാരൻ്റെ പരിഹാസം, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ, പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. സ്വന്തം മകൾ നഷ്ടപ്പെട്ട വേദനയിൽ എരിഞ്ഞു തീരുന്ന അച്ഛനമ്മമാരുടെ കണ്ണുനീരിന് എന്ത് വിലയാണ് ഈ പെൺകുട്ടികൾ നൽകുന്നത്? ഇതുപോലത്തെ ചതിക്കുഴികൾ ഒരുക്കിയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വലയിലൊന്നും വീഴാതെ നിങ്ങളെ രക്ഷിക്കേണ്ടത് അത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.